തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ ദളപതി വിജയ് നടത്തിയ പ്രസംഗം ചർച്ചയാകുന്നു. തഞ്ചാവൂർ ജില്ലയിലെ അയ്യസാമിപ്പട്ടിയിൽ പാർട്ടി ഭാരവാഹികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള രഹസ്യധാരണകളെ വിജയ് രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചത്. ഒരു സിനിമാ നടിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കും ഭാര്യ വിവാഹമോചന ഹർജി നൽകിയെന്ന വാർത്തകൾക്കും ശേഷം വിജയ് ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടിയായിരുന്നു ഇത്. പരസ്പരം പോരടിക്കുന്നു എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ ശൈലിയെ വിജയ് തുറന്നുകാട്ടി. പുറമെ അടികൂടുമ്പോഴും ആഭ്യന്തരമായി നടത്തുന്ന ഒത്തുതീർപ്പുകളെ അദ്ദേഹം പെർഫെക്റ്റ് ഡീലിങ്സ് എന്നാണ് വിശേഷിപ്പിച്ചത്. തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെ തടയാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ കൈകോർക്കുകയാണെന്നും വിജയ് ആരോപിച്ചു. നോക്കൂ, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, ഞാനല്ലെങ്കിൽ നീ, നീ അല്ലെങ്കിൽ ഞാൻ, നമുക്കിടയിൽ മറ്റാരും വരരുത്. നമ്മൾ രണ്ടുപേർക്കും മാത്രമേ ജനങ്ങളെ എളുപ്പത്തിൽ വഞ്ചിക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഈ വിജയ് വന്നതോടെ നമ്മുടെ ഉപജീവനമാർഗം ഇല്ലാതായിരിക്കുന്നു. ജനങ്ങൾ അവനെ കൂടുതൽ വിശ്വസിക്കുന്നതായി തോന്നുന്നു. നമ്മൾ പുറമെ അടികൂടുകയാണെന്ന് അഭിനയിച്ചാലും നമ്മുടെ ആഭ്യന്തര ഇടപാടുകൾ കൃത്യമായിരിക്കണം. ജനങ്ങളുടെ വികാരങ്ങൾ നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ ഇടപാടുകൾക്കാണ് പ്രാധാന്യം. അധികാരം നമുക്കിടയിൽ മാറി മാറി കൈവശം വയ്ക്കാമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഒരു വശത്തു നിന്ന് SOPകൾ ഉപയോഗിച്ച് അവനെ തടയുക, മറുഭാഗത്തു നിന്ന് ആരോപണങ്ങൾക്കുമേൽ ആരോപണങ്ങൾ അടിച്ചേൽപ്പിച്ച് ഞാൻ അവനെ തടയാം. എന്താണ് പറയുന്നത്? ഈ ഡീൽ ഓക്കെ അല്ലേ? വീണ്ടും വീണ്ടും വിജയ് പറഞ്ഞു. അയ്യസാമിപ്പട്ടിയിലെ 10 ഏക്കറോളം വരുന്ന മൈതാനത്ത് കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് യോഗം നടന്നത്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള 5000-ഓളം ഭാരവാഹികൾക്ക് QR കോഡ് പാസുകൾ വഴി മാത്രമാണ് പ്രവേശനം നൽകിയത്. സുരക്ഷാ കാരണങ്ങളാൽ കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവാദങ്ങൾക്കിടയിലും ആത്മവിശ്വാസത്തോടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിയ വിജയിയുടെ ഈ നീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തമിഴ് സൂപ്പർ താരം ദളപതി വിജയ്ക്കും ഭാര്യ സംഗീതയ്ക്കും നീണ്ട 26 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം വേർപിരിയുന്നു എന്ന വാർത്ത ആരാധകരെയും സിനിമാ ലോകത്തെയും ഒരേപോലെ ഞെട്ടിച്ചിരുന്നു. 2026 ഫെബ്രുവരിയിൽ തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് ഫാമിലി കോടതിയിൽ സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചിരുന്നു. ഒരു പ്രമുഖ നടിയുമായുള്ള വിജയുടെ അവിഹിത ബന്ധമാണ് വേർപിരിയലിലേക്ക് നയിച്ചതെന്ന ഗുരുതരമായ ആരോപണം ഹർജിയിൽ ഉന്നയിച്ചിട്ടും ഉണ്ടായിരുന്നു. 2021 മുതൽ വിജയ് കുടുംബത്തിൽ നിന്ന് മാനസികമായി അകന്നുവെന്നും പലതവണ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. രാഷ്ട്രീയത്തിലേക്കുള്ള തൻ്റെ ചുവടുവയ്പ്പിന് തൊട്ടു മുൻപ് നേരിടുന്ന ഈ വ്യക്തിപരമായ പ്രതിസന്ധി വിജയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയാണ്. അതിനിടെയാണ് വിജയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം. ഒരു സിനിമാ നടിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കും ഭാര്യ വിവാഹമോചന ഹർജി നൽകിയെന്ന വാർത്തകൾക്കും ശേഷം വിജയ് ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടിയായിരുന്നു ഇത്.